Question number 5. Let vector A is equal to minus I plus 2j plus 2k. Vector B is equal to 8i plus 7j minus 3k. And vector C be a vector such that A cross C is equal to B. If C dot I plus j plus k is equal to 4, then modulus of A plus C the whole square is equal to. അപ്പോൾ ഇത് വെക്ടർ ഓൾജിബ്രയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വെക്ടർ എ, വെക്ടർ ബി രണ്ട് വെക്ടേഴ്സ് കൃത്യമായിട്ട് തന്നിരിക്കുന്നു. എന്നാൽ വെക്ടർ സി കൃത്യമായിട്ട് അവിടെ തന്നിട്ടില്ല. പകരം എന്താ പറഞ്ഞിരിക്കുന്നത്? എ ക്രോസ് സി ഇസ് ഈക്വൽ ടു ബി ആണ്. അതോടൊപ്പം തന്നെ സി ഡോട്ട് ഐ പ്ലസ് ജെ പ്ലസ് കെ ഇസ് ഈക്വൽ ടു 4. ഈ രണ്ട് കാര്യങ്ങളാണ് വെക്ടർ സിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? മോഡുലസ് ഓഫ് എ പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് മോഡുലസ് ഓഫ് എ പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. മോഡുലസ് ഓഫ് എ പ്ലസ് സി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എ പ്ലസ് സി വേണം. എ പ്ലസ് സി കണ്ടുപിടിക്കാനായിട്ട് വെക്ടർ അവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ വെക്ടർ സി കൃത്യമായിട്ട് അവിടെ കാണുന്നില്ല. പകരം വെക്ടർ സിയെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? എ ക്രോസ് സി വെക്ടർ ബി ആണ്. അതുപോലെ തന്നെ സി ഡോട്ട് ഐ പ്ലസ് ജെ പ്ലസ് കെ 4 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. വെക്ടർ സി തരാത്തത് കൊണ്ട് ഞാൻ ആ വെക്ടർ സിയെ ലെറ്റ് വെക്ടർ സി ഇസ് ഈക്വൽ ടു C1 i ക്യാപ് പ്ലസ് C2 j ക്യാപ് പ്ലസ് C3 k ക്യാപ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ അവര് സി ഡോട്ട് ഐ പ്ലസ് ജെ പ്ലസ് കെ 4 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സി ഡോട്ട് ഐ പ്ലസ് ജെ പ്ലസ് കെ ഇത് 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംപ്ലൈസ് സി എന്ന് പറയുന്നത് C1 i പ്ലസ് C2 j പ്ലസ് C3 k ആണ്. അതും ഐ പ്ലസ് ജെ പ്ലസ് കെയുമായിട്ടുള്ള ഡോട്ട് പ്രോഡക്റ്റ് അല്ലെ, അതാണ് 4 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. C1 പ്ലസ് C2 പ്ലസ് C3 ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടത്തില്ലേ? അപ്പൊ C1 C2 C3യിലുള്ള ഒരു ഇക്വേഷൻ കിട്ടി. C1ഉം C2ഉം C3യും കണ്ടുപിടിച്ചാൽ എനിക്ക് വെക്ടർ സി എഴുതാൻ പറ്റും. വെക്ടർ സി ഉണ്ടെങ്കിൽ വെക്ടർ എ പ്ലസ് വെക്ടർ സി കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ മോഡുലസ് എടുക്കാൻ പറ്റും. സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. മോഡ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് ശരിക്കും നമുക്ക് വേണ്ടത്. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? യെസ്. പക്ഷേ ഈ ഒരൊറ്റ ഇക്വേഷനിൽ നിന്നും C1 C2 C3 കൃത്യമായിട്ട് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ C1ഉം C2ഉം C3യിലുള്ള മറ്റ് ഇക്വേഷൻസും കൂടി ആവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അടുത്ത കണ്ടീഷൻസും കൂടെ യൂസ് ചെയ്യാം അല്ലെ. പിന്നീട് എന്ത് കണ്ടീഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത്? എ ക്രോസ് സി വെക്ടർ ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. എ ക്രോസ് സി വെക്ടർ ബി ആണ്. അപ്പൊ ഞാൻ എ ക്രോസ് ബി എടുക്കുന്നു. എ ക്രോസ് ബി വെക്ടർ ബി ഇസ് ഈക്വൽ ടു എ ക്രോസ് സി. ശരിയല്ലേ മക്കളെ അല്ലെ? ഇംപ്ലൈസ് വെക്ടർ ബി അവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ടല്ലോ. എന്താ വെക്ടർ ബി? 8i പ്ലസ് 7j മൈനസ് 3k. ശരിയാണല്ലോ മക്കളെ? എ ക്രോസ് സി വെക്ടർ എ തന്നിട്ടുണ്ട്. വെക്ടർ സി നമ്മളായിട്ട് C1 i പ്ലസ് C2 j പ്ലസ് C3 k എന്ന് എടുത്തിട്ടുണ്ട്. എങ്ങനെയാ വെക്ടർ എ ക്രോസ് വെക്ടർ സി കണ്ടുപിടിക്കുന്നത്? ഡിറ്റർമിനന്റ് യൂസ് ചെയ്യാം. ഡിറ്റർമിനന്റിന്റെ ഫസ്റ്റ് റോ ijk, സെക്കൻഡ് റോയില് വെക്ടർ എയുടെ കമ്പോണൻസ് ആണ്. -1 2 2 എന്ന് കിട്ടും. അതുപോലെ തന്നെ തേർഡ് റോയില് വെക്ടർ സിയുടെ കമ്പോണൻസ് ആണ്. അത് C1 C2 C3. ഇംപ്ലൈസ് 8i പ്ലസ് 7j മൈനസ് 3k. നമുക്ക് ആ ഡിറ്റർമിനന്റിനെ എക്സ്പാൻഡ് ചെയ്യാം. ആ ഡിറ്റർമിനന്റിന്റെ ഫസ്റ്റ് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്താൽ 2c3 മൈനസ് 2c2 ഇൻറ്റു വെക്ടർ ഐ പ്ലസ് C3 പ്ലസ് 2c1 ഇൻറ്റു വെക്ടർ ജെ പ്ലസ് മൈനസ് C2 മൈനസ് 2c1 ഇൻറ്റു വെക്ടർ കെ എന്നാണ് കിട്ടുക അല്ലെ. അപ്പൊ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് 2c3 മൈനസ് 2c2 ഇസ് ഈക്വൽ ടു 8 എന്ന് പറയാം അല്ലെ. അതായത് എക്സ് കമ്പോണന്റുകൾ രണ്ട് സൈഡുകളിൽ നിന്നും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് ഐയുടെ കോഎഫിഷ്യൻസ്. ശരിയല്ലേ? അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ C3 മൈനസ് ഇത് C2 ആണ് അല്ലെ. C3 മൈനസ് C2 ഇസ് ഈക്വൽ ടു 4 എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അതുപോലെ തന്നെ ജെ കമ്പോണന്റ് അല്ലെ, വൈ കമ്പോണൻസ് രണ്ട് സൈഡിൽ നിന്ന് ഇക്വേറ്റ് ചെയ്താൽ C3 പ്ലസ് 2c1 ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 3. അതുപോലെ തന്നെ ഇസഡ് കമ്പോണന്റുകൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ മക്കളെ കിട്ടുക? -c2 മൈനസ് 2c1 ഇസ് ഈക്വൽ ടു -3 എന്ന് കിട്ടും അല്ലെ. അപ്പൊ അവിടെ നിന്ന് എനിക്ക് C2 പ്ലസ് 2c1
ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 4. അപ്പൊ നമുക്ക് ടോട്ടൽ 4 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിലും C1ഉം C2ഉം C3യുമാണുള്ളത്. അപ്പോൾ ഈ 4 ലീനിയർ ഇക്വേഷൻസും കൂടി നമ്മളൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് C1, C2, C3യുടെ വാല്യൂസ് കിട്ടും. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് C1 ഇസ് ഈക്വൽ ടു 2, C2 ഇസ് ഈക്വൽ ടു -1, C3 ഇസ് ഈക്വൽ ടു 3 എന്നായിരിക്കും കിട്ടുക അല്ലെ. അങ്ങനെയാണെങ്കിൽ C എന്ന് പറയുന്ന വെക്റ്റർ C1i അതായത് 2i പ്ലസ് C2j -1 ഇൻറ്റു j പ്ലസ് C3k 3k അല്ലെ. അപ്പൊ എനിക്ക് a പ്ലസ് സി കണ്ടുപിടിക്കാം. a പ്ലസ് സി വെക്ടറെ നമുക്ക് തന്നിട്ടുണ്ട്. -i പ്ലസ് 2j പ്ലസ് 2k ഇതാണ് വെക്ടർ a. പ്ലസ് വെക്ടർ സി ഇപ്പോൾ നമുക്ക് കിട്ടി 2i മൈനസ് j പ്ലസ് 3k എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവർ തമ്മിൽ ആഡ് ചെയ്താൽ i പ്ലസ് j പ്ലസ് 5k എന്ന് കിട്ടും. നമുക്കിതിന്റെ മോഡുലസ് അല്ലേ വേണ്ടത്. മോഡുലസ് ഓഫ് a പ്ലസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ അല്ലെ. അതായത് 1 പ്ലസ് 1 പ്ലസ് 25 വിച്ച് ഈസ് ഈക്വൽ ടു 27. സോ നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാ? 27. അത് ഓപ്ഷൻ 4 ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്.